എത്രയായി? 2 രൂപ 7 ചക്രം. നീ എവിടത്തുകാരൻ? എന്റെ കയ്യിൽ എപ്പോഴത്തേക്കിരിക്കുന്നേ? അത് പിന്നെ പറയാം. നീ എവിടത്തുകാരൻ? എറണാകുളം. എന്തിനിവിടെ വന്നു? എന്തിനു വന്നു? ചുമ്മാ 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 അല്ലേ? നിന്റെ പേരെന്ത്? ഔദാന്ന. ഈ പണം എവിടുന്ന്? ഞാൻ ബാങ്കിൽ നിന്ന് എടുത്തതാ. അങ്ങനെ പറയടാ. എന്ന് മോട്ടിച്ചു? അല്ല, ഞാൻ മോട്ടിച്ചതല്ല. എനിക്ക് പാസ്ബുക്ക് ഉണ്ട്. ചുറ്റുവെച്ചിട്ടുണ്ട്. എല്ലാം നീ മണിയായിട്ട് പറയും. പറടാ. ഞാനൊരു റിക്ഷാക്കാരനാ. ദിവസവും കിട്ടുന്ന കൂലിയിൽ നിന്ന് റിക്ഷാ വാടകയും ചെലവും കഴിച്ചുള്ള തുക ബാങ്ക് കൊണ്ടുവരും. പാസ്ബുക്ക് തങ്കം പോലെ മനസ്സുള്ള വക്കീൽ ഏമാനെ ഏൽപ്പിച്ചിരിക്കുക. കഴിഞ്ഞ 4 കൊല്ലമായിട്ട് ഞാൻ അന്തി ഉറങ്ങുന്നത് വക്കീലേമാന്റെ ആഫീസ് വരാണ്ടയില്ല. അപ്പൊ കേൾക്കുന്നു ഇവിടെ ആലപ്പുഴ പരിസരത്തൊരു റിക്ഷ വിൽക്കാനുണ്ടെന്ന്. വില ന്യായമാണെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ച ബാങ്കിൽ നിന്ന് 200 രൂപ കാശ് എടുത്തോണ്ട് ഇറങ്ങിയത്. എറണാകുളം പ്രദേശത്തുകാരൻ എന്നവകാശപ്പെടുന്ന ഔദ എന്ന ഏകദേശം 30 വയസ്സ് തോന്നിക്കുന്ന പ്രതിയെ സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ തൊണ്ടി സഹിതം കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളതും എനിക്ക് വക്കീലേമാനും ബാങ്ക് മാനേജറും സാക്ഷിയുണ്ട്. പിന്നെങ്ങനെയാ ഞാൻ കള്ളനാവുന്നേ? ഇയാൾ എന്റെ കടയിൽ ഒന്നൊരു 100 രൂപ നോട്ട് മാറിയത് നന്നായിട്ട് ഓർക്കുന്നു. അന്നേ എനിക്ക് സംശയം തോന്നി, ഇയാളെ പോലുള്ള ആളുടെ 100 രൂപ നോട്ട് അങ്ങനെ വന്നു. പ്രതിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അന്ന് മുതൽ എനിക്ക് സംശയം, ഇത് കളവ് മുതലാണ്. ഈ സാക്ഷിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പണിക്ക് ആളെ കിട്ടുന്നില്ല. ഇനിയിപ്പോ എവിടെന്നെങ്കിലും ആളെ കൊണ്ടുവന്ന് പണിക്കാന്ന് വെച്ചാൽ തന്നെയോ കൊയ്യാനാളില്ല. കൊയ്ത്ത് യന്ത്രം വരുന്നു എന്ന് സർക്കാർ പറയുന്നതല്ലാതെ ഇന്നേ വരെ വന്നിട്ടുണ്ടോ? അതില്ല. വെറുതെ തരിശായിട്ട് കിടക്കുന്നതിന് നല്ലതല്ലേ സഖാവെ ഒരു 4 മൂട് തെങ്ങ് വെക്കുന്നത്? അതൊക്കെ ശരി, പക്ഷേ നെൽവയൽ വയലായി തന്നെ നിലനിർത്തണമെന്ന നിയമം നിനക്ക് വേണ്ടി മാത്രം നിയമമാറ്റം. എന്തൊരു പിള്ളേച്ചനറിയാലോ, അപ്പന്റെ കാലത്ത് ഇവിടെ നെല്ല് വിതച്ചിരുന്നു. അന്ന് ഉണ്ണാനും വിൽക്കാനുള്ള നെല്ല് കൊടുന്ന് കിട്ടി. ഇപ്പൊ ഇവിടെ കൃഷി ഇറക്കാൻ പറ്റില്ല. എന്നാ മണ്ണ് കുത്തിയൊരു 4 തൈ വെക്കാന്ന് വെച്ചാൽ അതിന് ഇവര് സമ്മതിക്കില്ല. അതെ, അത് ഞങ്ങളുടെ പാർട്ടി നയ. തമ്മി അറിയാവുന്ന ആളുകളായോണ്ടാ പണി തുടങ്ങാനൊക്കെ പറഞ്ഞത്. അതെ, എന്റെ സ്വന്തം സ്ഥലത്ത് തെങ്ങ് വേണോ നെല്ല് വേണോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാ. ബെന്നി ഭൂഷാക്ഷിയുടെ ഭാഷ സംസാരിച്ചാലേ കളി മാറേ. എന്റെ എപ്പോഴും അടിപിടിയും കൊടുപിടിയായ ഫോറിനേഴ്സ് എന്ന് വിചാരിക്കും നമ്മളെ പറ്റി. നീ എല്ലാം തുറന്നു പറഞ്ഞതും ദേവ് വിവാഹത്തിന് സംഭവിച്ചതെല്ലാം എന്തായാലും നന്നായി. വലിയൊരു ശാപത്തിൽ നിന്നാ നീ രക്ഷപ്പെട്ടത്. ചന്ദ്രൻ ആള് തരികിടയാണെങ്കിലും പൂത്ത കാശുണ്ട് അവന്റെ കയ്യില്. ദേവ് നല്ല സൗകര്യത്തിൽ അങ്ങ് ജീവിച്ചോളും. ദേവുവിന്റെ കല്യാണത്തിന് മുമ്പ് ഞാനിന്ന് പോകും. നീ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. എനിക്കും വിഷമവും ദേവിനും വിഷമവും. കുറച്ച് കഴിയുമ്പോൾ എല്ലാം മറന്നോളും. കുറച്ച് കാശുണ്ട്, നിന്റെ വീട് പണി പൂർത്തിയാക്കണം.
ഉമ്മയ്ക്ക് മരുന്നിനും വേണമല്ലോ. വേണ്ടടാ, എന്റെ പഠിത്തത്തിനുള്ള കാശല്ലേ, അതുമല്ല വസ്തുവിന് കിട്ടേണ്ട വില കിട്ടിയതുമില്ല. അതൊന്നും സാരമില്ല, പഠിത്തത്തിലുള്ള കാശൊക്കെ ഇല്ല. നീ പിടിക്കും തൊട്ടേട്ടാ. എപ്പോഴെങ്കിലും തിരിച്ചു വന്നാലും എനിക്ക് വരാൻ ഈ വീടുകളോ. ഞാനൊരു പാവം നാടോടി, പറയാനൊരു പേരൊന്നുമില്ല. പിന്നെ ഒരു പേര് വേണമെന്ന് നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ റസ്കോൾനിക്കോഫ് എന്ന് വിളിക്കാം. അറിയില്ല റസ്കോൾനിക്കോഫിനെ? ദസ്തയേവ്സ്കിയുടെ കഥാപാത്രം. വലിയ എഴുത്തുകാരനും ഡയറക്ടറും ഒക്കെ ആണെന്നാണല്ലോ വൈപ്പ്. അപ്പൊ പിന്നെ കുറ്റവും ശിക്ഷയും വായിച്ചിട്ടുണ്ടാവാതിരിക്കില്ല. നിങ്ങളെ പരിഹസിക്കുകയാണ്. പരിഹാസമോ? മിസ്റ്റർ ഗൗതം ചന്ദ്രനെ പരിഹസിക്കാൻ ഞാനാര്? സംശയിക്കണ്ട, മിസ്റ്റർ ഗൗതമിന് എന്നെ അറിയില്ലെങ്കിൽ എനിക്ക് നിങ്ങളെ നന്നായിട്ടറിയാം. നിങ്ങൾ വലിയ സിനിമാക്കാരനൊക്കെ ആയിരിക്കും, പക്ഷേ നിങ്ങളുടെ സിനിമകൾ മുഴുവൻ ട്രാഷാണ്. എന്തോ വലിയ കാര്യങ്ങൾ പറയുന്നു എന്നാണ് ഭാവം, പക്ഷെ ഒന്നുമില്ല, വെറും നാട്യം. ഞാനീ പരിസരത്തൊക്കെ ഉണ്ട്, നമുക്ക് ഇനി കാണാം.